ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ SSLCക്കും +2വിനും മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ദിനേശ് ബീഡി തൊഴിലാളികളുടെ മക്കളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. തുറമുഖ, പുരാവസ്തു, മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ രംഗമാണ് കേരളത്തിൽ എന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കുക. അടുത്ത കാലത്താണ് കേന്ദ്ര ഭരണാധികാരികൾ തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനം കേരളത്തിന്. ഈ മഹാരാജ്യം ഏറ്റവും വിശദമായ ഒരു മഹാരാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ രംഗം 1ാം സ്ഥാനം കേരളം കരസ്ഥമാക്കിയിരിക്കുന്നു. ആ കരസ്ഥമാക്കാനുള്ള യത്നങ്ങളിൽ ഇവിടെ പങ്കെടുത്ത ഉയരിയും സദസ്സിലും ഒക്കെ പങ്കെടുത്ത എല്ലാവരും അവരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകന്മാർ, ശിവന്മാർ തുടങ്ങി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളില്ല എല്ലാ സ്രോതസ്സുകളെയും കൂട്ടായ പ്രവർത്തനങ്ങളുണ്ട്. അത് സാക്ഷാത്കരിക്കാൻ കഴിയും. അത് ഒരു കൊല്ലം മാത്രമല്ല, ഇല്ല എന്ന് കഴിയും. ബാങ്ക് പരിധിയിലെ 19 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. പഠനോപകരണ വിതരണം റബ്കോ ചെയർമാൻ കാരായി രാജൻ നിർവഹിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP റസീന, കതിരൂർ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക OP ശ്രീരഞ്ജ, കതിരൂർ ഈസ്റ്റ് LP സ്കൂൾ HM AK സുരേഷ്, ബാങ്ക് സെക്രട്ടറി P സുരേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി M രാജേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.